ചേച്ചി എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവരെന്താണ് എന്നോട് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരാളല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചു. ഏകദേശം കുട്ടി മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ 2-3 ദിവസമായി. പക്ഷെങ്കിൽ എനിക്കതെങ്ങനെ നിങ്ങളോട് പറയണമെന്നോ എങ്ങനെയാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്നോ എനിക്കറിയത്തില്ല. ആ കുട്ടി എന്നോട് പ്രത്യേകം പറഞ്ഞു ഇതെല്ലാവരും അറിയണം. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു കഴിയുമ്പോൾ ആ കുട്ടി സഫർ ചെയ്ത ഓരോ കാര്യങ്ങൾ ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ആ കുട്ടിക്ക് 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 10 വയസ്സിൽ നടന്ന സംഭവമാണിത്. കുട്ടി അനുഭവിച്ച ഒരു വിഷമമാണ് കുട്ടി എന്നോട് ഷെയർ ചെയ്തത്. അതായത് അവളുടെ വീട്ടില് അച്ഛനും അമ്മയും എന്നും വഴക്കായിരുന്നു. അച്ഛൻ എന്നും മദ്യപിക്കുന്ന ഒരാളായിരുന്നു. സാമ്പത്തികമായിട്ട് ഭയങ്കര പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരും അടച്ചുറപ്പുള്ള ഒരു വീടല്ലായിരുന്നു. അത് കാരണം തന്നെ അവിടെ അമ്മ എപ്പോഴും അമ്മയുടെ വീട്ടിൽ കൊണ്ടു നിർത്തുമായിരുന്നു. അമ്മയുടെ ചേട്ടത്തിമാരുടെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ മാമമാരുടെ വീട്ടില് അവിടേക്ക് ആയിരുന്നു കൊണ്ടു നിർത്തിക്കൊണ്ടിരുന്നത്. അതിൽ അമ്മയുടെ ചേട്ടത്തിയുടെ ഹസ്ബൻഡ് ആ കുട്ടിയെ മിസ്യൂസ് ചെയ്തു. എന്നും ആ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. പക്ഷെ ആദ്യമൊന്നും ആ കുട്ടിക്ക് അറിയത്തില്ലായിരുന്നു ഇതെന്താണ് ഈ പുള്ളി എന്നെ ഉപദ്രവിക്കുന്നത്, എന്നോട് എന്താണ് ഈ ചെയ്യുന്നതെന്നുള്ളത് ആ കുട്ടിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, ഇത് കണക്ക് വലിയ എന്നെ ഇങ്ങനെ തൊടുന്നു, വലിയ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവളുടെ അമ്മ പറഞ്ഞു, യു ഇങ്ങനെയൊന്നും പറയാൻ വേണ്ടി പാടില്ല, വലിയ മോളെ സ്നേഹിക്കുക, ഒരിക്കലും മോൾ അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല, ഇങ്ങനൊന്നും ആരോടും പോയി പറയരുതേ എന്ന് പറഞ്ഞു. ആ കുട്ടി അന്ന് പറഞ്ഞത് ഒരു തവണയെങ്കിലും ആ അമ്മ സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ആ കുട്ടി അത്രയും നാള് അനുഭവിക്കില്ലായിരുന്നു. പല ആൾക്കാരിൽ നിന്നും, വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഇതുപോലെ അനുഭവിക്കുന്ന മക്കളുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിന്റെ അടുത്ത് പറയാം. പറഞ്ഞതിന് ശേഷം അവർ ഇതുപോലെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർമാരോട് പറയാം. അതിനുള്ള ധൈര്യം എന്റെ മക്കൾ കാണിക്കണം. ഇന്നത്തെ സമൂഹത്തിലെ മക്കൾക്ക് എല്ലാം മനസ്സിലാവും. ആ കുട്ടി എന്നോട് പറയാ, ചേച്ചി എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവരെന്താണ് എന്നോട് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരാളല്ല, ഒന്ന് ആലോചിക്കണം. കുടുംബത്തിലുള്ള പല ആൾക്കാരും, വല്യച്ഛന്റെ മകൻ, മാമൻ, സ്വന്തം അമ്മയുടെ ആങ്ങളമാര്, ആ വല്യച്ഛൻ ഉപദ്രവിച്ച കാര്യം തന്നെ ഈ കുട്ടി അമ്മയെടുത്ത് പറഞ്ഞപ്പം അങ്ങനെ ഒരു റെസ്പോണ്ട് ആയത് കാരണം അതിനുശേഷം ആര് ഉപദ്രവിച്ചാലും ഈ കുട്ടി ആരോടും പറയില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് ഈ കുട്ടി പറഞ്ഞു, എന്നും ക്ലാസ്സിൽ പോയി തലവേദനയാന്ന് പറഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ ഈ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു, ഉറക്കമില്ലേ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പേടിയാ ടീച്ചറെ, രാത്രി ആകുമ്പോഴത്തേക്ക് എന്നെ ഇവരൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നു, അമ്മയില്ലാത്ത സമയത്തൊക്കെ എന്നെ ഉപദ്രവിക്കും ഇങ്ങനെ. അങ്ങനെ ആ ടീച്ചർ പേരൻസിനെ വിളിച്ച് സംസാരിച്ചപ്പം ആ പേരൻസ് പറയാ, ഈ കുട്ടി ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, പറഞ്ഞിരുന്നു എങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കില്ലായിരുന്നു എന്ന്. ആ കുട്ടി പറഞ്ഞതല്ലേ. പേരൻസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മക്കള് എവിടെയും സേഫ് അല്ല. സ്കൂളിലോ പൊതുസ്ഥലത്തോ വീട്ടിലോ ഒന്നും സേഫ് അല്ല. അവർ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ അത് സീരിയസ് ആക്കി എടുക്കണം. അവരുടെ വിഷമം വേറെ ആരോടും പറയാനില്ലാത്തതുകൊണ്ടായിരിക്കും അവർ നിങ്ങളോട് വന്ന് പറയുന്നത്. അത് നിങ്ങൾ സീരിയസ് ആക്കി എടുക്കണം. അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ കൂടിയാണ് നിങ്ങൾ ഒരു പേരന്റ് ആവുന്നത്. ആ കുട്ടി അനുഭവിച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എത്ര തവണ ആ കുട്ടി അവന്മാർക്കൊക്കെ ഇരയാവേണ്ടി വന്നു. ദേവി, ഇത് പേരൻസ് മക്കളെ ശ്രദ്ധിക്കുക. മക്കളുടെ വിഷമങ്ങളെ നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കുക. അതിന് ഏത് ബന്ധങ്ങളും മുറിവെന്ന് കരുതിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോളം വലുതല്ലല്ലോ ഒന്നും.